നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അറ്റോൺമെൻറ്റും ഹീലിങ്ങും തമ്മിലുള്ള ഡിഫറൻസാണ് പറഞ്ഞു തരുന്നത്. ശരിക്കും ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം, ഞാനിപ്പോൾ ഓൾറെഡി അറ്റോൺമെൻറ്റ്സ് കൊടുത്തു തുടങ്ങുന്നുണ്ട്. ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ കൊടുത്തു തുടങ്ങുകയാണെന്നുള്ളത് അനൗൺസ്മെൻറ്റ് ചെയ്തായിരുന്നു യൂട്യൂബിൽ തന്നെ, പിന്നെ വാട്സപ്പിലൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും, അതായത് എല്ലാവർക്കും ഇപ്പം റേക്കീനെ പറ്റി അറിയണമെന്നില്ല. ഈവൻ ഞാനാണെങ്കിലും വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ ഈ ഒരു ഫീൽഡിലോട്ട് വന്നിട്ട്. അപ്പം അതിലൊരു തെറ്റിദ്ധാരണ വരുന്നുണ്ട്. അതായത് അവർക്ക് മേ ബി ട്രീറ്റ്മെൻ്റ് ആയിരിക്കാം വേണ്ടത്, പക്ഷേ അറ്റോൺമെൻ്റാണ്, ഹീലിംഗ് ആണ്, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയുന്നില്ല. അറിവില്ലായ്മയാണ്, അത് തെറ്റല്ല. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കേണ്ടി വരിക. നമ്മൾ കംപ്ലീറ്റ് എല്ലാം പറഞ്ഞു കൊടുത്താലും അവർക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളാണോ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കും. നമ്മൾ പറയും ഹീലിംഗ് ആണ്, നിങ്ങളവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞാലും സംശയമാണ്. അതുപോലെ ദീക്ഷ എടുക്കാനാണ് എന്ന് പറയും. ദെൻ അവർ വിചാരിക്കുന്നത് ഹീലിങ്ങും ദീക്ഷയും ഒന്നാണെന്നാണ്. സോ രണ്ടും രണ്ടാണ്, എക്സ്ട്രീംലി രണ്ടും രണ്ട് തന്നെയാണ്, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ആ ഒരു വ്യത്യാസത്തെ പറ്റിയിട്ട് രണ്ടും എന്താണെന്ന് കുറച്ച് ഡീപ്പായിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. സോ ആദ്യം നമുക്ക് അറ്റോൺമെൻറ്റ് എന്താണെന്ന് നോക്കാം. അറ്റോൺമെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് പാപ പരിഹാരം എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണാം, അങ്ങനെയാണ് പാപ പരിഹാരം. ശരിക്കും ദീക്ഷ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയണത്. ദീക്ഷ എന്ന് പറയുന്നത് ആക്ച്വലി സംസ്കൃത് വേർഡാണ്. ദീക്ഷയെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ദീക്ഷ എന്ന് പറയുന്നത് ഒരു ഗുരു തൻ്റെ ദിവ്യപ്രകാശത്തെ ശിഷ്യനിലേക്ക് എത്തിച്ച് അവൻ്റെ സർവനാശത്തെയും ക്ഷയിപ്പിക്കുന്ന ദൈവികമായ പ്രക്രിയയാണ് ദീക്ഷ. ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങളും കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. കുറച്ചുകൂടെ ആഴത്ത് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ശരീരം, നമ്മൾ കാണുന്ന ഫിസിക്കൽ ബോഡി, അതിനെ നമുക്ക് സ്ഥൂല ശരീരമെന്ന് പറയാം. അത് കൂടാതെ നമുക്കൊരു എനർജറ്റിക് ബോഡിയുണ്ട്, അതാണ് സൂക്ഷ്മ ശരീരം. ഈ എനർജറ്റിക് ബോഡിയിലാണ് നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ചക്രങ്ങൾ നിലകൊള്ളുന്നത്. ചക്രാസ്, മേജർ ചക്രാസായ 7 ചക്രങ്ങൾ നമ്മുടെ സ്പൈനിൻ്റെ സ്ഥാനത്താണ് വരിക. നമ്മുടെ എനർജറ്റിക് ബോഡിയിൽ നമ്മുടെ സ്പൈനിലാണ് 7 മേജർ ചക്രാസ് സ്ഥിതി ചെയ്യുന്നത്. സോ നമ്മൾ അറ്റോൺമെൻറ്റിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ദീക്ഷ എടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ഗുരു ആദ്യം നമ്മൾ വേണ്ട പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലെൻസിങ് ഒക്കെ ചെയ്ത്, ഈ പ്രോസസ്സ് ഡിസ്റ്റൻസ് ആണെങ്കിലും ഡയറക്റ്റ് ആണെങ്കിലും സെയിമാണ് ചെയ്യുന്നത്. ഒറ്റൊരു വ്യത്യാസമേ ഉള്ളൂ, ഒന്ന് നിങ്ങൾ ആ ഗുരുവിനെ കാണുന്നുണ്ട്, മറ്റേത് ഗുരുവിനെ കാണുന്നില്ല. അപ്പം ഞാൻ ദീക്ഷ കൊടുക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മറ്റ് ഗുരുക്കന്മാരിൽ നിന്നും വ്യത്യാസമുണ്ടാവാം, ഓക്കെ. കാരണം ഗ്രൂപ്പ് അറ്റോൺമെൻറ്റൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. സോ അത് അവരുടെ രീതി, ആരും ചെയ്യുന്ന തെറ്റാണെന്ന് പറയാൻ ഞാൻ ആളല്ല, ഓക്കെ. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഓറ ലെയേഴ്സ്, അതായത് നമ്മുടെ എനർജറ്റിക് ബോഡിക്ക് ചുറ്റിലും ഒരു മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ഊർജ്ജ വലയങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് എനർജറ്റിക് ലെയേഴ്സ് ഉണ്ട്, ഓറ എന്ന് പറയും. 7 ലെയേഴ്സ് ഉണ്ട്. ഈ 7 ലെയേഴ്സും 7 ചക്രങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. സോ നമ്മൾ അറ്റോൺമെൻറ്റ് തരുന്ന സമയത്ത് ആ ഗുരു തൻ്റെ ശക്തി ഉപയോഗിച്ച്, തൻ്റെ പവർ ഉപയോഗിച്ച് ഈ ഓറ ലെയേഴ്സ് ഓപ്പൺ ചെയ്യാണ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്ത് അവരുടെ ചക്രങ്ങൾ ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്ത് ആ ഒരു ഡിവൈൻ എനർജിയെ വിളിച്ച് നിങ്ങളിലേക്ക്, നിങ്ങളുടെ എനർജറ്റിക് ബോഡിയിലേക്ക് കണക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതൊരു ഡിവൈൻ പ്രോസസ്സാണ്. നമ്മൾ ഈ ദീക്ഷ കൊടുക്കുമ്പോൾ ഒരിക്കൽ കൂടി എടുത്ത് പറയാണ്, ഡയറക്റ്റ് ആണെങ്കിലും ഡിസ്റ്റൻസ് ആണെങ്കിലും, ഇപ്പം ഞാനിവിടെ ചെയ്യുന്നത് വളരെ സെപ്പറേറ്റ് ഒരു റൂമുണ്ട്, അങ്ങനെയാണ് ദീക്ഷ കൊടുക്കുന്നത്. ഇനിയിപ്പം നിങ്ങൾ പല സ്ഥലങ്ങളിലും പോയി ഞാൻ ദീക്ഷ കൊടുക്കാറുണ്ട്. അവിടെയാണെങ്കിലും ദീക്ഷ കൊടുക്കുന്ന റൂമിന് ഞാൻ കുറച്ച് സ്പെഷ്യാലിറ്റി കൊടുക്കാറുണ്ട്. എൻ്റെ അടുത്ത് ദീക്ഷ എടുത്തവർക്ക് അറിയായിരിക്കും. ആ ഒരു റൂം അത്രയും നമ്മൾ ക്ലെൻസ് ചെയ്യും. എനർജി വെച്ചിട്ടും അഗ്നി വെച്ചിട്ടും കർപ്പൂരം കത്തിച്ചൊക്കെ നമ്മൾ ക്ലെൻസ് ചെയ്ത്
റൂം വരെ നമ്മൾ ക്ലീൻ ചെയ്യും. ഈവൻ ദീക്ഷ എടുക്കുന്ന ആളുകൾ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. കുറച്ച് തയ്യാറെടുപ്പുകൾ അവർ 2-3 ദിവസം മുന്നേ നോൺ വെജ്, ഓയിലി, സ്പൈസി ഫുഡൊക്കെ ഒഴിവാക്കണം. അതുപോലെ നന്നായി വെള്ളം കുടിക്കണം, ഗ്രൗണ്ടിങ് കൊടുക്കണം. അവരതിന് മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ട് അതിന് തയ്യാറെടുക്കുന്ന ഒരു സമയമാണ് ആദ്യത്തെ ആ ഒരു 2-3 ദിവസം. ഇത് അറ്റോൺമെൻറ്റ് സ്വീകരിക്കുന്ന ഒരു ശിഷ്യ അല്ലെങ്കിൽ ശിഷ്യൻ എങ്ങനെയാണോ ചെയ്യുന്നത്, ദ സെയിം പ്രോസസ്സ് നമ്മളും ഫോളോ ചെയ്യണം, ഗുരുവും. അതായത് നമ്മൾ നോൺ വെജൊക്കെ കഴിച്ച് ചിക്കനൊക്കെ കഴിച്ചിട്ടല്ല അറ്റോൺമെൻറ്റ് തരുന്നത്. നമ്മളും ആ ഒരു 3 ദിവസത്തേക്ക് അവർക്ക് കൊടുക്കുന്ന എന്തൊക്കെയാണോ അതുപോലെ തന്നെ നോൺ വെജൊക്കെ ഒഴിവാക്കി, ഓയിലി സ്പൈസി ഫുഡൊക്കെ ഒഴിവാക്കി, വെള്ളമൊക്കെ നന്നായി കുടിച്ച് നന്നായി ഗ്രൗണ്ടിങ്ങൊക്കെ കൊടുത്ത് നമ്മളും അതിന് തയ്യാറെടുക്കണം. കാരണം ഈ ചെയ്യുന്ന കാര്യം സത്യം പറഞ്ഞാൽ നമ്മളൊരു ടൂള് മാത്രമാണ്. ഈശ്വരൻ്റെ ഒരു ടൂളാണ് ആ സമയത്ത് ഗുരു എന്ന് പറയുന്നത്. കാരണം യൂണിവേഴ്സ് തീരുമാനിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഡിവൈൻ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, ആ ഒരു സൂപ്പർ പവറുണ്ട് ഇവിടെ, ഒരു സുപ്രീം ഹയ്യസ്റ്റ് ആയിട്ടുള്ളൊരു പവർ. ആ ഒരു എനർജിയാണ് അല്ലെങ്കിൽ ഈശ്വരനാണ് തീരുമാനിക്കുന്നത്, അവരാണ് കൺട്രോൾ ചെയ്യുന്നത്, ആ ശക്തിയാണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ആ ശക്തിയുടെ കയ്യിലൊരു ടൂള് മാത്രമാണ് ഒരു ഗുരു എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ടൂള് പോളിഷ് ചെയ്തിരിക്കണം. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുക. അവിടെ ആ ഒരു സൂപ്പർ നാച്ചുറൽ പവർ അവരിലേക്ക് കണക്റ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈസി പ്രോസസ്സ് അല്ല. അത് നേരിട്ടാണെങ്കിലും ഡിസ്റ്റൻസ് ആണെങ്കിലും സെയിം ആണ്. നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും ആ റൂമിൽ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്താണെന്നുള്ളത്. കാരണം ആ റൂമിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവിടെയുള്ള സുഗന്ധങ്ങളും അവിടെയുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറും ഭയങ്കര ഡിഫറൻസാണ്. കാരണം നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് മാസ്റ്റേഴ്സിൻ്റെയും ബുദ്ധഭഗവാന്റെയും ഫോട്ടോസൊക്കെ വെച്ച ആ ഒരു ലെവലേ വേറെയാണ്. ആ സെയിം സംഭവമാണ് ഡിസ്റ്റൻസ് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അവർ കാണുന്നില്ല എന്നേ ഉള്ളൂ. നമ്മളിവിടെ റൂമിൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് അവരെ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്ത് അവരെ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നതായി കണ്ടിട്ട് തന്നെയാണ് നമ്മൾ അറ്റോൺമെൻറ്റ് കൊടുക്കുന്നത്. നമ്മൾ അറ്റോൺമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് പല ക്ലെൻസിങ് ഉണ്ട്. ക്ലെൻസിങ് തന്നെ 3-4 തരം ഉണ്ട്. ഇതെല്ലാം ഡിസ്റ്റൻസിലും കൊടുക്കുന്നുണ്ട്. ഇവരെ ആദ്യം ക്ലെൻസ് ചെയ്ത് അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓറയൊക്കെ ഓപ്പൺ ചെയ്ത്, അതായത് റൂം കംപ്ലീറ്റ് ക്ലെൻസ് ചെയ്ത് അതിനുശേഷം ഓറയൊക്കെ ഓപ്പൺ ചെയ്ത് ഇവരെ ക്ലെൻസ് ചെയ്യും. ഇവരെ കംപ്ലീറ്റ് ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു ഡിവൈൻ എനർജിയെ നമ്മൾ പ്രാർത്ഥിച്ച് വിളിച്ച് അവരുടെ കൈകളിലും കാലുകളിലും ചക്രങ്ങളിലും തലയിൽ, അതായത് ക്രൗൺ ചക്രയിലൊക്കെ നമ്മൾ ആ എനർജി പകർന്നു കൊടുക്കുന്നത്. ആ സമയത്ത് അതൊരു എന്താ പറയുക, അത്രയും ദൈവികമായിട്ടുള്ളൊരു പ്രോസസ്സായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എൻ്റെ ശിഷ്യർക്കുണ്ടായ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. ഇത് ഡിസ്റ്റൻസും ഡയറക്റ്റും സെയിം ആണ്. എടുത്തെടുത്ത് പറയുന്നത് പലർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടാണ്. സോ ഇതാണ് അറ്റോൺമെൻറ്റ്. അതായത് നമ്മൾ ചാനലാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു എനർജിയുടെ ചാനലാവുകയാണ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ദീക്ഷ നമുക്ക് ഒരു ദിവസത്തെ പ്രോസസ്സാണ്. ക്ലാസ് വേറെയാണ്, ദീക്ഷ മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസത്തെ പ്രോസസ്സ്, ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ ലെവൽസ് ഹയറായിട്ട് വരുന്നതിനനുസരിച്ചിട്ട് ദീക്ഷയുടെ ടൈമിൽ വേരിയേഷൻസ് ഉണ്ടാവും, കൂടി വരും. ഫസ്റ്റ് ലെവൽ ഒരു 20 മിനിറ്റ്സിൻ്റെ അടുത്ത് എടുക്കും. ഓരോരാളെയും സെപ്പറേറ്റഡ് ആയിട്ട് മാത്രമേ അറ്റോൺമെൻറ്റ് കൊടുക്കുള്ളൂ. അതേ സ്ഥാനത്ത് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഹീലിംഗ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അവിടെ നമ്മളിപ്പം സെൽഫ് ഹീലിംഗ് അല്ല ഞാൻ പറയുന്നത്, വേറൊരു വ്യക്തിയെ ഹീൽ ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് മാത്രമല്ല അവിടെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രിപ്പറേഷൻസും ഇല്ല. നിങ്ങളിപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ആ സമയത്ത്, എനിക്കൊരു നിർബന്ധമുള്ളത് ആ സമയത്ത് അവർ കൃത്യമായിട്ട് കിടക്കുക എന്നുള്ളതാണ്. ഇനി അറിയാണ്ട് ചെയ്യുന്ന കേസുകളാണെങ്കിൽ പ്രോഗ്രാം ചെയ്തിട്ട് റേക്കി കൊടുക്കും.
അവരുറങ്ങുന്ന സമയത്തേക്ക് പ്രോഗ്രാം ചെയ്തിട്ട് റേക്കി കൊടുക്കും. അറിയാതെ ചെയ്യാൻ ഉദ്ദേശിച്ചത് മദ്യപാനം പോലുള്ള ലഹരി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ അറിയാണ്ട് കൊടുക്കുക. പിന്നെ ചെറിയ കുട്ടികൾക്ക് കിടക്കില്ല, അവർ കുഞ്ഞു മക്കൾ കിടന്നു തരില്ലല്ലോ, അപ്പം അവർ ഉറങ്ങുന്ന സമയത്തേക്ക് പ്രോഗ്രാം ചെയ്തുകൊണ്ട് നമുക്ക് റേക്കി കൊടുക്കാം. അതാണെങ്കിലും കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഏറ്റവും കുറഞ്ഞതൊരു 7 days എങ്കിലും നമ്മൾ ഹീലിംഗ് കൊടുക്കും. 21 days മാക്സിമം കൊടുക്കാം. മോർ ദാൻ 21 days കൊടുക്കേണ്ട കേസുകളുണ്ടാവും ചിലത്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ ഒരു 40 minutes നമുക്ക് ഹീലിംഗ് കൊടുക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് അവരെടുക്കേണ്ടതായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളും ഇല്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കിടക്കുക എന്നുള്ളത് മാത്രമാണ്. അവരതിനെ ആ ഒരു എനർജീനെ അക്സെപ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ബാക്കി ഹീലറിനാണ് ഡ്യൂട്ടി ഉള്ളത്. സോ ഹീലിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ ചികിത്സയാണ്. ഏറ്റവും ചുരുക്കമായിട്ട് പറഞ്ഞാൽ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ചികിത്സ. ആ ചികിത്സയ്ക്ക് ഇപ്പം ചികിത്സ സ്വീകരിക്കുന്ന ഒരു ആൾ, ഒരു ഹീലി അവിടെ കിടന്ന് ആ ചികിത്സ സ്വീകരിക്കുക എന്ന് മാത്രമല്ലേ ഉള്ളൂ. അതിൽ നിങ്ങൾ പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും എടുക്കണ്ട. നമ്മളാണ് എഫേർട്ട് എടുക്കേണ്ടത്. എഫേർട്ട് എന്നല്ല, നമ്മളിലൂടെയാണ് ആ എനർജി വർക്ക് ചെയ്യുന്നത്. നമ്മളാണ് ആ സമയത്ത് ഹീലിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതേസമയത്ത് ദീക്ഷ എടുക്കുന്ന സമയത്ത് അവർ കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്യേണ്ടതുണ്ട്. കാരണം അവരൊരു ചാനലാവുകയാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഹീലിംഗ് സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് കൊടുക്കാം. പക്ഷേ അറ്റോൺമെൻറ്റ് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. കാരണം അറ്റോൺമെൻറ്റ് നമ്മൾ ആ ഒരു ടൈം പറഞ്ഞ് ആ ടൈമിന് ഗുരുവും ശിഷ്യനും റെഡിയായി നിന്ന് രണ്ടുപേരും കൂടെ, അതായത് ഒരാൾ സ്വീകരിക്കുക ഒരാളത് കൊടുക്കുക എന്നുള്ളതാണ്. ഹീലിംഗ് നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് ചെയ്യാം, സമയത്തിന് പ്രശ്നമില്ല. ഇപ്പോൾ ഇൻ കേസ് ഇന്ന് ഒരാൾ ഉച്ചയ്ക്ക് ഫ്രീ ആണ്, കൊടുക്കുന്ന ആൾ ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർ വേറെ ഒരു സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ ആ സമയം ചൂസ് ചെയ്തിട്ട് അവിടത്തേക്ക് പ്രോഗ്രാം ചെയ്തിട്ട് കൊടുക്കാം. ആ സമയത്തേക്ക് പ്രോഗ്രാം ചെയ്തിട്ട് കൊടുക്കാം. ഒന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക, ഒന്ന് നമ്മൾ ആ എനർജിയെ സ്വയം സ്വീകരിക്കുക. അതായത് ഈശ്വരൻ നമ്മളെ ചൂസ് ചെയ്ത് ആ എനർജി നമ്മളിലേക്ക് സ്വയം പ്രവഹിക്കുന്ന പ്രോസസ്സാണ് അറ്റോൺമെൻറ്റ്. ഹീലിംഗ് എന്ന് പറയുന്നത് ചികിത്സയാണ്. അത്രയും മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് എന്നുള്ളത്. ഓക്കെ, സോ ഇനി വിളിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാതിരിക്കട്ടെ. എന്നാലും പുതിയ പുതിയ ആളുകൾ കോൾ ചെയ്യുന്നുണ്ട്. സന്തോഷം മാത്രമേ ഉള്ളൂ പറഞ്ഞു തരുന്നതിൽ. പിന്നെ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലും ഈ പറഞ്ഞ പോലെ ഞാനെപ്പോഴും പറയുന്നത് ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. ഓരോ ദിവസത്തിലും എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. അതും ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. സോ ഒരുപാട് പേരിലേക്ക് ഈ ഒരു എനർജി എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടെ പറയാണ്, ദീക്ഷ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ മെയിൽ ID വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. സോ ഇന്നത്തെ ഈ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.